അമേരിക്കയിലും ഇത് വലിയൊരു റിഫ്ലക്ഷൻ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാനെ നിരായുധീകരിക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഈ അണുവായുധങ്ങൾ അവർ കൈകാര്യം ചെയ്യാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത് അമേരിക്കയുടെ താല്പര്യം തന്നെയാണ്. മധു കൊട്ടാരക്കര നമുക്കൊപ്പം ചേരുകയാണ് അമേരിക്കയിൽ നിന്ന്. മധു, ഒരുപക്ഷെ ഈ ഒരു ബോംബാക്രമണം അമേരിക്ക അറിയാതെ ഇസ്രയേൽ ചെയ്താക്കാനാണ് കൂടുതൽ സാധ്യത. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. ഇസ്രയേലിന്റെ കണ്ണിലെ കരടായിട്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ മാറിയത് ഈ അടുത്ത കാലത്തായിട്ടാണ്. കുറെ നാളായിട്ട് ഇതെല്ലാം തകർക്കാനുള്ള പദ്ധതികൾ ഇസ്രയേൽ ചെയ്യുന്നുമുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഇറാനെ മേശയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന് ഒരു ന്യൂക്ലിയർ ഡീൽ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ അത് ഫലവത്താകില്ല എന്ന് ഒരുപക്ഷെ ഇസ്രയേലിന് തോന്നിയതായിരിക്കാം ഇത്തരം ഒരു നീക്കത്തിന് കാരണം. തിങ്കളാഴ്ച ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അവരുടെ ഡിഫൻസ് മിനിസ്റ്ററുമായിട്ട് ചർച്ച നടത്തി തീരുമാനം എടുത്തിരുന്നു. വെള്ളിയാഴ്ച ആക്രമണം അത് ടൈം വരെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തന്നെയുമല്ല, അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ ഇന്റലിജൻസോ അല്ലെങ്കിൽ ഇസ്രായേൽ അറിയിച്ചതോ ആയിരിക്കാം ഈ ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതിന്റെ സൂചനകൾ ലഭിക്കുന്നുണ്ടായിരുന്നു. കാരണം ഒരു മിഡിൽ ഈസ്റ്റ് ടാസ്ക് ഫോഴ്സിനെ തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ രൂപീകരിക്കുകയും ചെയ്തായിരുന്നു വ്യാഴാഴ്ച. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ആക്രമണം പ്രതീക്ഷിച്ചതാണ്. ഇന്നിപ്പം വെള്ളിയാഴ്ച രാവിലെ ഇറാൻ ആക്രമിച്ചതായി ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ആക്രമണങ്ങളുടെ വ്യാപ്തിയും അവ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങളും ഒന്നും ഇപ്പോൾ വ്യക്തമല്ല. എന്നാലും ഇറാന്റെ ആണവശേഷികൾക്കെതിരായുള്ള ഒരു മുൻകൂർ ആക്രമണം എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇറാനിലെ ശക്തമായ ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്പറേഷന്റെ കമാൻഡർ, നേരത്തെ രഞ്ജു പറഞ്ഞ പോലെ കമാൻഡർ ഇൻ ചീഫ് ജനറൽ ഹൊസൈൻ സലാമി മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ നാളത്തെ സ്കെഡ്യൂൾ, അതായത് വെള്ളിയാഴ്ചത്തെ സ്കെഡ്യൂൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. 11 മണിക്ക് സിറ്റുവേഷൻ റൂമിൽ ഈ ദേശീയ സുരക്ഷാ ടീമുമായിട്ട് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഹൗസ് ഇതുമായിട്ട് കൃത്യമായ ഉത്തരങ്ങൾ മാധ്യമങ്ങളോട് പറയുന്നില്ല. ഇസ്രയേലിനോടൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷെ മാർക്കോ റൂബിയോ പറയുന്നത് ഇപ്പോൾ അമേരിക്കയുടെ മുന്നിൽ ഉള്ള ഒരേ ഒരു കാര്യം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളും അമേരിക്കൻ പൗരന്മാരെയും സംരക്ഷിക്കുക മാത്രമാണ്. ഇസ്രയേലിനോടൊപ്പം ചേരുന്നതിനെ പറ്റി മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്ന് ഒരു വ്യക്തതയുമില്ല. പക്ഷെ നാളെ 11 മണിക്ക് വൈറ്റ് ഹൗസിൽ നടക്കുന്ന മീറ്റിംഗിൽ ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന ഒരു തീരുമാനം അനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇസ്രയേല് പലപ്പോഴും അനുസരണക്കേട് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ആലോചിക്കണം. അമേരിക്ക പറയുന്നത് അനുസരിക്കാത്ത പല സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. തന്നെയുമല്ല, ഈ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ മുൻ വർഷങ്ങളിൽ അമേരിക്ക പോലും അറിയാതെ അത്തരം ഒരു പദ്ധതി അതിന്റെ ട്രയൽ റൺ വരെ നടത്തിയിട്ടുണ്ടെന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും ഉണ്ട്. ഇപ്പോൾ ഇറാന്റെ വ്യോമാതിർത്തിയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇസ്രയേലിൽ ഈ സാധാരണ വിമാനങ്ങൾക്കുള്ള യാത്രാനുമതി നിർത്തിവെച്ചിരിക്കുകയാണ്. SK.